ഇന്ത്യ മുന്നണി ഭരിക്കും. യു പിയിലടക്കം വൻ ചലനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യു പി അടക്കം പിടിക്കും. ഇപ്രാവശ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടുപോലെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസവും കണ്ടത്. നീണ്ട നിര പല സ്ഥലത്തും കാണാം, പ്രത്യേകിച്ച് തീരദേശമടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു പോളിംഗ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. 6 മണിക്കൂർ ശേഷവും ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നോടൊപ്പമുണ്ട്. ചോദിക്കാം, ഈ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് പെർസെന്റേജ് രാവിലെ മുതൽ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് KC? ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞത് UDFന് അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ. 20 സീറ്റും കോൺഗ്രസ് UDFന് ഐക്യജനാധിപത്യ മുന്നണി. കഴിഞ്ഞ തവണത്തെ ഒരു കണക്കിലേക്കല്ല പോകുന്നത്, പക്ഷേ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം രാവിലെ മുതൽ ഉണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തോടെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടാകുന്നതിനാണ് തരംഗം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ തരംഗം UDFന് അനുകൂലമാണ്. കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റും UDF തൂത്തുവാരും നല്ല ഭൂരിപക്ഷമുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്താണ് ഏറ്റവും പോളിംഗ് നടന്നതായി കാണുന്നത്. കായംകുളം ഭാഗത്തേക്ക് വരുമ്പോൾ അത് കുറയുകയാണ് ചെയ്യുന്നത്. തീരദേശമടക്കം മുസ്ലിം ജനവിഭാഗമൊക്കെ തിങ്ങിപ്പാർക്കുന്നിടത്താണ് വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നതായി കാണുന്നത്. ഇത് എന്ത് സൂചനയാണ് നൽകുന്നത്? അല്ല, എല്ലാ മേഖലയിലെയും ഗുണം UDFന് അനുകൂലമായിട്ടായിരിക്കും, സംശയമില്ല. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDFന് ഗുണം ചെയ്യും നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓരോ ഇലക്ഷനും ഓരോ സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ഇലക്ഷനിൽ പോളിംഗിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് മിക്കവാറും സ്ഥലങ്ങളിൽ UDFന്റെ പ്രവർത്തകരുടെ ആവേശവും LDF പ്രവർത്തകരുടെ മന്ദതയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് UDFന് അനുകൂലമായിട്ടുള്ള തരംഗമാണ്. രണ്ടാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഇനിയും വിവിധ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് പോവുകയാണ്. റായ്ബറേലി, അമേഠിയൊക്കെ ഉണ്ട്. ഇവിടേക്ക് എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യ മുന്നണി ഭരിക്കും. യു പിയിലടക്കം വൻ ചലനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യു പി അടക്കം പിടിക്കും. ഇപ്രാവശ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, തീർച്ചയായും. റായ്ബറേലിയുടെയും അമേഠിയുടെയും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും. രാഹുൽ ഗാന്ധി രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കും. അത് വ്യക്തമായി തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പ്രിയങ്ക ഗാന്ധി മത്സരത്തിനുണ്ടാവും. എല്ലാം മനസ്സിലാവും വ്യക്തമായിട്ട്. അടുത്ത ദിവസങ്ങളിൽ അറിയാം. KC ഇനി കർണാടക ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് അടുത്ത ദിവസങ്ങളിൽ പോവാ? രാത്രി അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് തീരുമാനിക്കും ബാക്കി കാര്യങ്ങൾ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് ഈ രണ്ടാം ഘട്ടം കഴിയുമ്പോഴും തോന്നുന്നത്. തീർച്ചയായിട്ടും. എത്ര സീറ്റിലേക്കാണ് വരിക? സീറ്റിന്റെ കണക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും. അധികാരത്തിലേക്ക് എത്തിയാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരിക്കും രാജ്യത്തുണ്ടാവുക. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ എടുത്ത ഒറ്റ മുദ്രാവാക്യമാണ് ഈ കെട്ടകാലത്തിന്റെ ഭരണത്തെ മാറ്റിയെടുക്കുക. ഈ രാജ്യത്തെ വിഭജിക്കാൻ നടക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെല്ലാം എതിരായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കുക. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. 28-ലധികം പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷനാണ് ഇന്ത്യ മുന്നണി. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനാണ് കൂടുതൽ സീറ്റെങ്കിൽ സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല, അത് വരട്ടെ. അതായത് തെരഞ്ഞെടുപ്പ് അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ AICC ജനറൽ സെക്രട്ടറിയുടെ പ്രതീക്ഷ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നതാണ്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ തിരിച്ചുപിടിക്കുന്ന ഒരു പോരാട്ടത്തിലാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ KC വേണുഗോപാൽ വിവിധ സംസ്ഥാനങ്ങളിലെ അത്തരം തെരഞ്ഞെടുപ്പ് നേതൃത്വങ്ങളിലേക്കും മുഴുകാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.